ഹലോ. അപ്പോൾ ഇന്നൊരു നാടൻ കോഴി കുഴിമന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇതിലേക്ക് 2 ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തത്. ഏകദേശം കുറച്ചൊരു വലിയ ക്യാപ്സിക്കാണ്. അതുപോലെ തന്നെ ഞാൻ 3 മാഗി ക്യൂബ് ചിക്കൻ ക്യൂബും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇത് ചെറിയ ജീരകമാണ് കേട്ടോ. ഒന്ന് വറുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതൊരു 3/4 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ഒരു 3/4 കപ്പോളം മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഉണക്ക നാരങ്ങയാണ് വേണ്ടത്. അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ കോഴിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇത് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ എല്ലാ മസാലകളും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വിസിലടുപ്പിച്ചിട്ട് നന്നായിട്ട് വേവിച്ചു കേട്ടോ. ഇനി അത്യാവശ്യം ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് ഒന്ന് മൊരിപ്പിച്ചു എടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കുള്ള അരി വേവിച്ചെടുക്കുകയാണ്. അരി വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് നാരങ്ങാനീരും ഒരു 3/4 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി അരി നന്നായിട്ടൊരു 80-85% നമ്മൾ വേവിച്ച് ഊറ്റി എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ അതിൽ നിന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചത് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇടയിൽ ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ മഞ്ഞൾ ലേശം വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് പുക ഇട്ട് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് കണൽ ഇതേപോലെ ചെറിയൊരു ഗ്ലാസ്സിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി സൂപ്പർ നാടൻ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക്